ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ജയസൂര്യ ഇനി തിരക്കിലാകുമെന്നാണ് തോന്നുന്നത്. കാരണം രണ്ടാമത്തെ പരാതിയാണ് ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്നത്. എല്ലായിടത്തും പെണ്ണിനെ പീഡിപ്പിക്കുന്നു എന്നല്ലേ വാർത്ത? ഇന്ന് തിരിച്ചായിക്കോട്ടെ, ഒരു സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ചു. മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ്. 2013 തൊടുപുഴയിൽ വെച്ച ഒരു സിനിമാ സെറ്റിൽ ജയസൂര്യ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമാ സെറ്റിൽ വെച്ചുകൊണ്ട് തന്നെ കടന്നു പിടിച്ചു ജയസൂര്യ എന്നുള്ളതാണ് നടി ആരോപിച്ചിരിക്കുന്നത്. ഇനി നീ എങ്ങാനും അതിൽ കേസെടുക്കുക എന്നുള്ള നടപടികളാണ് ബാക്കിയുള്ളത്. ഒരുപക്ഷെ ഇതിനിടയ്ക്ക് ഈ നടി ഇന്ന് പേര് പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ്. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. ജയസൂര്യക്കെതിരെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചുവെന്നാണ് നടിയുടെ പരാതി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? ജയസൂര്യ വീണ്ടും കുരുക്കിലാവുകയാണ്. ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല ജയസൂര്യയുടെ പേര് ഇതിൽ പരാമർശിക്കപ്പെടുന്നത്. നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ തൊടുപുഴ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ടോയ്ലറ്റിലേക്ക് പോവാണ്. പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒരാൾ ഹോൾഡ് ചെയ്യുക. തലയ്ക്ക് മീതെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ്. വീണ്ടും ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു പരാതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാലവും കടന്നുപോകും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.